ഹായ് ഗായ്സ്. അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഞാൻ ഒരു ഡെയിലി വ്ളോഗായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോ ഒരു മംഗലുണ്ട്, ഒരു അടിയന്തരമുണ്ട്. അടിയന്തരം എന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് 12 മരിച്ചിട്ട് 12 കഴിക്കുന്നതാണ് അടിയന്തരം. അപ്പോൾ 12 കഴിപ്പിക്കും, 13 കഴിപ്പിക്കും. 13 ഊട്ടടിയന്തരം, 12 പുലോളി അടിയന്തരമാണ്. അപ്പോൾ അത് രണ്ടിനും പോകണം. ഫസ്റ്റ് മംഗലത്തിന് പോവാം. അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം ഗായ്സ്. അപ്പൊ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് പറഞ്ഞാല് ഒരു പച്ച കളർ കുപ്പായം, പച്ച അല്ല ഇതിനെന്തോ കളർ അറിയില്ല, പിന്നെ ഒരു നീല ജീൻസ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇത് അനിയൻ്റെ കുപ്പായം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇന്ന് വണ്ടിനെ ഫുള്ള് കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഫുള്ള് ചളി ഉണ്ടായിനി, ചളിയില്ലാത്തൊരു സ്ഥലം ഉണ്ടായിട്ടാ. അപ്പൊ ഇന്ന് ഫുള്ള് ക്ലീൻ ആക്കി വണ്ടി. അപ്പോൾ ഇതുവരെ നമുക്ക് പോവാം. ഓക്കെ ഗൈസ്. അപ്പോൾ അതാ അതിനൊക്കെ ഫോട്ടോ വീട്ടിലൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് കയറാൻ കുറച്ച് റിസ്ക്. അപ്പോൾ രാവിലെ തന്നെ റിസ്ക് എടുക്കാൻ കഴിയാറുണ്ട്. ഞാൻ നടക്കുന്നുണ്ട്, അനിയൻ വണ്ടി എടുത്ത് നീക്കാൻ നിൽക്കുന്നുണ്ട്. ഡ്രിപ്പ് അടിക്കണം എന്നുണ്ട്, പക്ഷെ ഓക്കെ. കൈ രണ്ട് കഴിഞ്ഞ ഒരു സാധനമുണ്ട്, എങ്ങനെ എടുക്കും? അപ്പോൾ ഇന്നലെ ഓക്കെ ഓക്കെ പറഞ്ഞെടുക്കും. ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ സെറ്റപ്പാണ്. കുറച്ച് ദിവസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവും തോന്നുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളെ റോഡ് കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ ഇമാതിരി ഇവിടെ താവുന്നതും അങ്ങനത്തെ ഒരു ടൈപ്പ് റോഡായി. 5 ദിവസം അടുപ്പിച്ച് മഴ വന്നതിലും റോഡ് ഫുള്ള് പോയി. ഇത്രയും നല്ല റോഡായിരുന്നു. എന്താക്കാൻ ഇവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ ഫുൾ ഓഫ് റോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടാറ്റർ റോഡ് കിട്ടും. വണ്ടി പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഫുള്ള് ചളിയായി ഗൈസ്. ഇവിടെ ഈ വരുന്ന നവംബറിൽ തെയ്യുണ്ട്. നവംബർ 24 തെയ്യുള്ളത്. അപ്പോൾ വിഷ്ണുമൂർത്തിയാണ് അവിടെ ഉള്ളത് ഗൈസ്. നമ്മ ടാറ്റർ റോഡിലൊക്കെ എത്തി. നല്ല രസമുണ്ട് പോകാൻ. എന്തെല്ലാം പറയുന്നുണ്ട്. ഫസ്റ്റ് വ്ളോഗ് കൊടുക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്. ഞാൻ 3 കൊല്ലം അടുപ്പിച്ച് പഠിച്ച അങ്കനവാടി പൊളിയാനായി. പുതിയ ബിൽഡിംഗ് കൊടുത്തൂടെ ഇപ്പൊ? ഇതാണ് ഞാൻ പഠിച്ച അങ്കനവാടി. ഇത് നമ്മ വൈകിട്ട് എപ്പോഴും വന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം. കിടിലാനാണ് ഇവിടെ കളിക്കാൻ. എത്ര ആള് ജാറിട്ട് വീണിന്ന് പറയും. മഴ ആയതുകൊണ്ട് ഫുള്ള് ജാറുന്നു. ഞാൻ ഒരു പാട്ട് പാടാം. കക്കത്തിക്കാവിലെ കാവലങ്ക കൈവറമ്പിലെ കത്തലിഞ്ഞിനും അങ്ങനെയുണ്ട്. ഇഷ്ടപ്പെടാം. എന്താ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് എല്ലാരും വന്നു. എന്താ പോടി പോടി താഴ്ന്നെടുക്കാം ഗൈസ്. ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നാല് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. എൻ്റെ ഫേസ് കണ്ടിട്ടില്ല വീഡിയോ കുറവായിരിക്കും. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഗൈസ്. വണ്ടി പാർക്കിംഗ് ഇല്ല, അവിടെ നിൽക്കുന്നത് ഞാനവിടെ കയറ്റി വെച്ചു ഗൈസ്. ഫുള്ള് കറങ്ങാൻ തോന്നില്ല, ഫുള്ള് തിരക്ക് അല്ലേ, ഫുള്ള് തിരക്ക്. ആള് മങ്ങളെ പോലെ കാണാൻ കഴിയുന്നില്ല. ചെറിയ ഒളിച്ചെടുത്തിട്ട് വലിയ പരിപാടി നടക്കില്ല ഐസ്. തിരക്കെന്ന് പറഞ്ഞാൽ ഐസ് മംഗലം പോയിട്ട് ആരും കാണാൻ കഴിയാ. അമ്മ അതില് തിരക്ക്. പുറത്തന്നെ ഇത്ര ആളുണ്ട്. അപ്പൊ ഉള്ളിത്തെ ആള് നിന്ന ആളേക്കറോ ഉള്ള ആളേക്കും എല്ലാം പുറത്തുണ്ട് ഗൈസ്. അപ്പൊ നമ്മ ഇവിടുന്ന് പോകുന്നത് സംഭവം ഭയങ്കര തിരക്ക്. ഫുഡ് കഴിക്കാനൊന്നും കഴിഞ്ഞില്ല, അതുകൊണ്ട് നമ്മ ഇവിടുന്ന് വിടുന്നുണ്ട്. അടുത്തത് അടിയന്തരം ഉണ്ട്. അപ്പൊ അടിയന്തരത്തിന്റെ അടുത്ത് പോയിട്ട് ആടുന്ന് ഫുഡ് കഴിക്കാറിഞ്ഞിരിക്കുന്നത്. ഭയങ്കര തിരക്കറിഞ്ഞല്ലേ, ഏകദേശം ഒരു 2000 ആൾക്കാരാവും. നമുക്ക് ഇവിടെ മംഗല കണ്ടില്ല, വെറുതെ വന്നോളേ. അത് നമ്മ അടിയന്തരത്തിന്റെ അടുത്തൊക്കെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മ അടിയന്തരത്തിന്റെ അടുത്തൊക്കെ എത്തി. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, ഇവിടെ ആളൊന്നുമില്ല, കുറവ് ബൈക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇല വന്നു ഗൈസ്. ഇതാണ് കാസർഗോഡത്തെ അടിയന്തരത്തിന്റെ ഫുഡ്. ചിക്കൻ ഉണ്ട്, പുളിശ്ശേരി, സാമ്പാർ, പപ്പടം, ശർക്കര വറ്റ്, ഉപ്പേരീസ്, പിന്നെ ഇന്ത്യത് അച്ചാറ്, പുളിഞ്ചി, പച്ചടി, വറവ്, അവില്. ഇത്ര സാധനമാണ് നമുക്കുള്ളത്. അപ്പൊ ഇത് കഴിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്. അപ്പോ ഫുഡെല്ലാം വേണേ, ഫുഡെല്ലാം കഴിച്ചു, പുറത്തിഞ്ഞു. വീട്ടിലെ ഫുഡ് നല്ല വേണേ.
പിന്നെ ഒരു ഓളിക ഇല്ലത്തിന്റെ കുറവണായി. പിന്നെ 12-ന് പൊതുവെ ഓളിക ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ പായസം നല്ല മണായി. പായസം മധുരം കൂടുതലായി പോയി. എന്നാലും കിടിലം ഫുഡ്. അപ്പൊ ഇനി വീട്ടിലകത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഒരു ചെറിയ യൂട്യൂബർ ആണ് ഇവൻ, ശ്രേയസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനലിന്റെ പേരെന്ത്? റെഡ് വെപ്പ്. ഓക്കെ ഗൈസ്, ഇപ്പൊ പണി തന്നെ. അപ്പോ ഇപ്പം അടിയന്തരവും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലകത്തി. അപ്പൊ ഇനി അടുത്തതായിട്ട് ഒരു റോഡ് പണിയുണ്ട്. അതായത് നമ്മളെ ഈ റോഡ് പാങ്ങില്ല, ഫുള്ള് കുണ്ടെല്ലാം പണിയിട്ട് വണ്ടി പോകാൻ ഭയങ്കര അലമ്പ്. അപ്പോൾ അതിന്റെ പണി എടുക്കണം എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ റോഡ് പണിക്ക് പോകണം. അപ്പോൾ റോഡ് പണിയുടെ വിശേഷം കാണാം. വിശേഷം എന്നല്ല, റോഡ് പണി എടുക്കുന്ന കാണാം. ഓക്കെ, അതാ ഡ്രസ്സെല്ലാം മാറിയിട്ട് റോഡിന് പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാൻ പോയിട്ട് എല്ലാം എത്തിയോ നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ മൈക്ക് തന്നെ ചതിച്ചു ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡാണെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ലത്. പക്ഷേ മൈക്ക് ഓഫ് ആയിട്ടുണ്ടായി, ചാർജ് തീർന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് 200 മീറ്ററേ പോകാനില്ലോ, പക്ഷേ വണ്ടി എടുത്തിട്ട് തന്നെ പോകാമെന്നാണ് ഞാൻ പറയുന്നില്ലത്. അപ്പോൾ വണ്ടി ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോകാമെന്നാണ് ഞാൻ അതിൽ പറയുന്നില്ലത്. ഗായ്സ്, അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എൻ്റെ മൈക്ക് തന്നെ തേച്ചു. മൈക്കിൽ ചാർജ് തീർന്നു. രാവിലെ ഫുള്ളാക്കിനി, ഇപ്പോൾ ചാർജ് തീർന്നു. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടി എത്താണ്ട്, മെയിൻ ആളും കൂടി എത്തിയാകുമ്പോൾ പണി തുടങ്ങും. കാഷ്ണം കഴിച്ചിട്ട് നന്നായി, ചെറിയ കഷ്ണം മതി. ആയതുകൊണ്ട് ഫുള്ള് പണിയനെ. എത്തി ഗൈസ്, എത്തി നമ്മളെ കഥാനായകനെത്തി. പണി സ്നാക്സ് എല്ലാം കൊണ്ടു ഫുള്ള്. ആകാശ സ്പോൺസർ സ്നാക്സ്, അപ്പോട്ടെ സ്പോൺസർ. വെള്ളം എടുക്കാൻ വന്നിട്ടില്ലേ? മീത്തതാ ഗൈസ്, റോഡ് പണി പുരോഗമിക്കുന്നുണ്ട്. മണ്ണെടുക്കുന്നുണ്ട്, കല്ലെടുന്നുണ്ട്. മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി. സെറ്റായി. ഗൈസ്, നമ്മളിത് സിറ്റിയാണ്. അല്ല നാട്ടുകാർക്ക് വേണ്ടി നമ്മ സേവനം ചെയ്യുന്നതേ ഉള്ളൂ. ഈ പൂഞ്ചാരിന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട, അത് ഇവിടെ എവിടെയോ ഇല്ലൊരു ചെക്കൻ, ഞാനല്ല. മണ്ണിര ഇതെല്ലാം വരും കേട്ടോ, എന്തായാലും വരും ബ്ലോഗില്, എന്തായാലും വരും. ഇത് പാഠ്യന്ത്രത്തിനൊന്നും ഇവിടെ പണിയെടുക്കുന്നല്ലേ. വട്ടില് മണ്ണ് വീഴുന്നേരത്തെ ബ്ലോഗർ. ഞാൻ താഴെ പോയത് ഞാൻ കണ്ണേക്ക് കൈക്കോട് പിടിക്കാറല്ലോ. ഇത് തിരിച്ചും മറിച്ചും കൊണ്ടുവരുക. മണ്ണിട്ടുണ്ട്, പിന്നെ കല്ലും കിട്ടുന്നുണ്ട്. കല്ലുണ്ട് ഇങ്ങനത്തെ പൊടി ഇതിലിട്ട വൈബാവും. ലൊക്കേഷൻ നമ്പർ 2 താഴത്തെ പണി കഴിഞ്ഞു. പിന്നെ മീത്ത ഈ കാണുന്ന കുണ്ടാണ് കൈസ് അടക്കേണ്ടത്. വണ്ടി ഭയങ്കര അലമ്പ്. ഇത് അടക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, സിഗരറ്റിന്റെ കൂട്, ഇതാ കള്ളിന്റെ കുപ്പി, ഇതൊക്കെ നമ്മളെ ഫോറസ്റ്റ് നമുക്ക് ഇപ്പൊ കിട്ടിയത്, ഇവിടെ റോഡ് പണി എടുക്കുമ്പോൾ കിട്ടിയത്. നന്മ പ്രവർത്തനം ചെയ്യുന്ന അപ്പോട്ടെ നമ്മളെല്ലാം നമ്മളെ ഫോറസ്റ്റിൽ നമ്മ കണ്ടതെല്ലാം നമ്മളെല്ലാം പറക്കി ചാടുന്നുണ്ട്. അപ്പൊ ഇനി ആരും ഇത് ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, ഫോറസ്റ്റർ വെച്ച ലൈറ്റാണ് ഇത്. രാത്രി ആകുമ്പോൾ ഇത് കത്തും.
ഗൈസ് അപ്പോൾ ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് പൊറോട്ടയും കാണുന്നു പൊറോട്ടയും ചില്ലി ചിക്കനും മേടിച്ചിട്ടുണ്ട്. അത് തിന്നിട്ട് എല്ലാവരും വീട്ടിലാകും തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചില തെറ്റെല്ലാം ഉണ്ടാവും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ പറഞ്ഞുകൊണ്ടുണ്ടാവും. അത് ഫസ്റ്റ് ആയതുകൊണ്ട് ശരിയാവും. ഇനി എല്ലാ ദിവസവും കാണാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്, എല്ലാ ദിവസവും ഇടുകയാണെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോത്തിലുള്ളൂ. ഓക്കെ.